ഹലോ എവരിവൺ, എല്ലാവർക്കും എസ് ബി അക്കാഡമിയുടെ വീക്കിലി കണ്ടന്റ് സെഷനിലേക്ക് സ്വാഗതം. നിങ്ങൾ സുഖമല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഈ മാസത്തെ പ്രധാനപ്പെട്ട കണ്ടവേഴ്സ് എന്തെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ആഴ്ചയിൽ പ്രധാനപ്പെട്ട കണ്ടവേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഒരിക്കൽ കൂടി നമ്മുടെ വീക്കിലി കണ്ടന്റ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ വെച്ച് വൈപ്പിക്കുന്നൊന്നുമില്ല. ഓക്കെ, നമുക്ക് കണ്ടവേഴ്സിലേക്ക് കിടക്കാം. ഓക്കെ, നോക്കാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രഥമ കേരള ചെസ് ലീഗിലെ ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. പ്രഥമ കേരള പ്രീമിയർ ചെസ് ലീഗില് ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്ന ആരാണെന്നുള്ളതാണ്. ആരാണ് ആ കോഴിക്കോട് കിങ്സ് ലേയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നത്. ആരാണ്? കോഴിക്കോട് കിങ്സ് ലേയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് പ്രഥമ കേരള പ്രീമിയർ ചെസ് ലീഗിൽ എന്ത് ചെയ്യുന്നത് ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നത്. ആരെ തോൽപ്പിച്ചാന്നല്ലേ? ആരെ തോൽപ്പിച്ചാന്നല്ലേ? പാലക്കാട് പാന്തേഴ്സിനെ. അതാണ് പാലക്കാട് പാന്തേഴ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആര് വരുന്നത്? കോഴിക്കോട് കിങ്സ് ലേയേഴ്സ് എന്ത് ചെയ്യുന്നത് ചാമ്പ്യന്മാരായിട്ട് മാറുന്നത്. ഓക്കെ, പാലക്കാട് പാന്തേഴ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കോഴിക്കോട് കിങ്സ് ലേയേഴ്സ് എന്ത് ചെയ്യുന്നത് ചാമ്പ്യന്മാരായിട്ട് മാറുന്നത്. എവിടെ വെച്ച് നടന്നേന്നല്ലേ? എവിടെയാണ്? ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ഇതില്ലേ പറഞ്ഞ പാലക്കാട് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു എന്ത് ചെയ്യുന്നത് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു എന്ത് ചെയ്യുന്നത് മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പറയുന്ന ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ച് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് കിങ്സ് ലേയേഴ്സ് ആരെയാണ് എതിരിട്ടത്? പാലക്കാട് പാന്തേഴ്സിനാണ് എതിരിട്ടത്. അതിനകത്ത് ആര് ജയിക്കുകയാണ്? പറഞ്ഞ കോഴിക്കോട് കിങ്സ് ലേയേഴ്സ് ചെയ്തു ജയിച്ചു. ഓക്കെ, അടുത്ത് നോക്കാം. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിലെ ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. ഇതാണ് കേരള ക്രിക്കറ്റ് ലീഗില് 2ാം സീസണില് ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. ആരാണ്? കേരള ക്രിക്കറ്റ് ലീഗിലെ 2ാം സീസണിൽ ചാമ്പ്യന്മാരായിട്ടുള്ളത് ആരാണ്? ഈ പറഞ്ഞ സഞ്ജു സാംസന്റെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. ആരാണ്? കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. ഓക്കെ, ആരാണ്? കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. ആരെയാണ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്? അല്ലെ, കൊല്ലത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എന്ത് ചെയ്യുന്നത് 2ാം സീസണിൽ എന്ത് ചെയ്യുന്നത് ചാമ്പ്യന്മാരായിട്ടുണ്ടായത്. 1ാം സീസണിൽ ഓക്കെ എന്താണ് 1ാം സീസണിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞ കൊല്ലമായിരുന്നു എന്ത് ചെയ്യുന്നത് ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നത്. 2ാം സീസണിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞ കൊല്ലം സെയിലേഴ്സിനെ എന്ത് ചെയ്തു പരാജയപ്പെടുത്തിക്കൊണ്ട് അല്ലെ കൊല്ലം സെയിലേഴ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആര് കപ്പടിക്കുകയാണ്? കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എന്താണ് കപ്പടിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിൽ ചാമ്പ്യന്മാരായത് ആരാണ്? കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. കൊല്ലം സെയിലേഴ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കപ്പെടുക്കുന്നത് ഫസ്റ്റ് കപ്പിൽ. അപ്പൊ ഫസ്റ്റ് സീസണിൽ ചാമ്പ്യന്മാരായത് ആരാണ്? പറയുന്ന കൊല്ലം സെയിലേഴ്സ്. ഓക്കെ, അടുത്തത് 2025 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. എന്താണ്? 2025 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. ആരാണ്? ആര്യാന സബലങ്കയാണ്. ആരാണ്? ഇപ്പറഞ്ഞ യുഎസ് ആയിട്ടുള്ള ആര്യാന സബലങ്കയാണ് ചെയ്യുന്നത് 2025 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടുന്നത്. ഓക്കെ, ആരാണ്? ആര്യാന സബലങ്കയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, യുഎസ്കാരായിട്ടുള്ള അമാൻഡെ അനിസുമോറെ അല്ലേ? അമാൻഡെ അനിസുമോറെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആര് കിരീടം നേടുന്നത്? ഈ പറയുന്ന ആര്യാന സബലങ്കയിൽ കിരീടം നേടുന്നത്. ഓക്കെ, 2025 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടുന്നത് ആരാണ്? ആര്യാന സബലങ്കയാണ്. ആര്യാന സബലങ്ക അമാൻഡെ അനിസുമോറെ എന്ത് ചെയ്യുന്നത് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആര് വരുന്നത്? ഈ പറഞ്ഞ ആര്യാന സബലങ്ക എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ US വനിതാ ഓപ്പൺ സിംഗിൾസ് കിരീടത്തിൽ എന്ത് ചെയ്യുന്നത് മുത്തമിടുന്നത്. ഓക്കെ, ഇപ്പൊ US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടത്തിൽ നേടുന്നത് ആരാണ്? ആര്യാന സബലങ്കയാണ്. ഓക്കെ, അടുത്ത് നോക്കാം. 2025 ഏഷ്യ കപ്പ് ഹോക്കിയില് കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. എന്താണ്? 2025 ഏഷ്യ കപ്പ് ഹോക്കിയില് കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. ആരാണ് 2025 ഏഷ്യ കപ്പ് ഹോക്കിയില് കിരീടം നേടിയിട്ടുണ്ടായിരുന്നത്? ഇന്ത്യയാണ്. ആരാണ്? ഇന്ത്യയാണ്. ഓക്കെ, ബീഹാറിലെ രാജഗീറിൽ അല്ലെ ബീഹാറിലെ രാജഗീറിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന മത്സരത്തിലാണ് ചെയ്യുന്നത് ഏഷ്യ കപ്പ് ഹോക്കിക്ക് ആര് എന്താണ് കിരീടം ചൂടുന്നത്? ഇന്ത്യ കിരീടം ചൂടുന്നത്. ഇത് 4ാം തവണയാണ് എന്ത് ചെയ്യുന്നത് ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഇന്ത്യ എന്ത് ചെയ്യുന്നത് കിരീടം ചൂടുന്നത്. ഓക്കെ, ഇപ്പൊ 2025 ഏഷ്യ കപ്പ് ഹോക്കിയിൽ കിരീടം നേടിയിട്ടുള്ളത് ആരായിരുന്നു? ഈ പറയുന്ന ഇന്ത്യ ആയിരുന്നു. ഓക്കെ, 2025 ഏഷ്യ കപ്പ് ഹോക്കിയിൽ കിരീടം നേടിയിട്ടുണ്ടായിരുന്ന ആരാണ്? പറഞ്ഞ ഇന്ത്യയാണ്. ബീഹാറിലെ രാജഗീറിൽ വെച്ച് നടന്നിട്ടുള്ള മത്സരത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യ ജയിക്കുന്നത്. ആരെതിരിട്ടുകൊണ്ടാണ്? ആരാണ്? ഈ പറയുന്ന ജപ്പാൻ എതിരിട്ടുകൊണ്ടാണ് ആര് ജയിക്കുന്നത്? ഇന്ത്യ ജയിക്കുന്നത്. അല്ലെ, ഇത് 4ാം തവണയാണ് ഇന്ത്യ ഏഷ്യ കപ്പ് ഹോക്കിയിൽ എന്ത് ചെയ്യുന്നത് കിരീടം നേടുന്നത്. ഓക്കെ, അടുത്തത് 2025 സെപ്റ്റംബറിൽ രാജിവെച്ചിട്ടുണ്ടായിരുന്ന ജപ്പാൻ പ്രധാനമന്ത്രി ആരാണെന്നുള്ളതാണ്. എന്താണ്? 2025 സെപ്റ്റംബറിൽ രാജിവെച്ചിട്ടുണ്ടായിരുന്ന ജപ്പാൻ പ്രധാനമന്ത്രി ആരാണെന്നുള്ളതാണ്. ആരാണ്?
ഷിഗേരു ഇഷിബയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് സ്ഥാനം എന്താണ് പിടിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്തരത്തില് രാജിവെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, 2021 സെപ്റ്റംബറിൽ രാജിവെച്ചിട്ടുണ്ടായിരുന്ന ജാപ്പനീസ് പ്രധാനമന്ത്രി ആരാണ്? ഷിഗേരു ഇഷിബയാണ്. ആരാണ്? ഷിഗേരു ഇഷിബയാണ്. ഓക്കെ, ഇത് പറഞ്ഞാല് 5 വർഷത്തിനുള്ളിൽ 5 വർഷത്തിനുള്ളിൽ 4 തവണയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് ജപ്പാന്റെ പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നത് മാറുന്നത്. ഓക്കെ, ഇത് 5 വർഷങ്ങളുള്ളിൽ ഈ പറയുന്ന 4 തവണയാണ് ചെയ്യുന്നത് ജപ്പാന്റെ പ്രധാനമന്ത്രി ഇത്തരത്തില് മാറുന്നത്. അതായത് ഈ പറഞ്ഞ ഷിഗേരു ഇഷിബ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന രാജിവെച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഈ പറയുന്ന LDPയുടെ ഇപ്പൊ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവായിട്ടുള്ള ഈ പറയുന്ന ഷിഗേരു ഇഷിബ എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നത് അദ്ദേഹം ജപ്പാന്റെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് എന്താണ് രാജിവെക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, 2021 സെപ്റ്റംബറിൽ രാജിവെച്ചിട്ടുണ്ടായിരുന്ന ജാപ്പനീസ് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാൻ പറയണം? ഇത് ഷിഗേരു ഇഷിബയാണ്. ഓക്കെ, അദ്ദേഹം ഈ പറയുന്ന ഏത് പാർട്ടി നേതാവാണ്? ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവാണ്. എന്താണ് ലിബറൽ ഡെമോക്രാറ്റിക് അല്ലേ? ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവാണ് ആരെന്ന് പറയുന്നത് ഷിഗേരു ഇഷിബ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇറ്റാലിയൻ ഫോർമുല 1 ഗ്രാൻഡ് പി കരോട്ട മത്സരത്തിലെ ജേതാവായിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. എന്താണ് ഇറ്റാലിയൻ ഫോർമുല 1 ഗ്രാൻഡ് പി കരോട്ട മത്സരത്തില് ജേതാവായിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. ആരാണ് ഇറ്റാലിയൻ ഫോർമുല 1 ഗ്രാൻഡ് പി കരോട്ട മത്സരത്തിലെ ജേതാവായിട്ടുണ്ടായിരുന്നത്? ആരാണ്? മാക്സ് വെസ്റ്റപ്പൻ ആണ്. ആരാണ്? മാക്സ് വെസ്റ്റപ്പൻ. അല്ല, റെഡ് ബുളിന് വേണ്ടി ഇരിക്കുന്ന ആരാണ്? ഈ പറഞ്ഞ മാക്സ് വെസ്റ്റപ്പൻ ആണ് ചെയ്യുന്നത് ഇത്തരത്തില് ഇറ്റാലിയൻ ഫോർമുല 1 ഗ്രാൻഡ് പി കരോട്ട മത്സരത്തിൽ എന്ത് ചെയ്യുന്നത് ജേതാവായിട്ടുണ്ടായിരുന്നത് അല്ലെ? റെഡ് ബുളിന്റെ ഈ പറഞ്ഞ മാക്സ് വെസ്റ്റപ്പൻ ആണ് ചെയ്യുന്നത് ഇത്തരത്തില് ഇറ്റാലിയൻ ഫോർമുല 1 ഗ്രാൻഡ് പി കരോട്ട മത്സരത്തിൽ ചെയ്തത് ജേതാവായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 1ാം സ്ഥാനത്ത് ആരാണ്? മാക്സ് വെസ്റ്റപ്പൻ അല്ലേ? മാക്സ് വെസ്റ്റപ്പൻ ആണ് 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്ത് നോക്കിയാൽ പറഞ്ഞു എൽ നോറിസിനെ കാണാം അല്ലേ? എൽ നോറിസിനെ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യോ ഓസ്കാർ പിയാസ്ട്രി അല്ലേ? ഓസ്കാർ പിയാസ്ട്രി എന്ത് പറ്റും 3ാം സ്ഥാനത്ത് നമുക്ക് എന്ത് കാണാൻ സാധിക്കും? 1ാം സ്ഥാനത്ത് മാക്സ് വെസ്റ്റപ്പനെയും 2ാം സ്ഥാനത്ത് എൽ നോറിസിനെയും 3ാം സ്ഥാനത്ത് ഓസ്കാർ പിയാസ്ട്രി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇറ്റാലിയൻ ഫോർമുല 1 ഗ്രാൻഡ് പ്രീ കരോട്ട മത്സരത്തിലെ ജേതാവായിട്ടുണ്ടായിരുന്ന ആരാണ്? മാക്സ് വെസ്റ്റപ്പൻ ആണ്. ഓക്കെ, അടുത്ത വെന്നീസ് ചലച്ചിത്രമേളയില് ഹൊറിസോണ്ടൽ വിഭാഗത്തിൽ മികച്ച സംവിധായകക്കുള്ള അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരി ആരാണെന്നുള്ളതാണ്. എന്താണ്? വെന്നീസ് ചലച്ചിത്രമേളയില് ഹൊറിസോണ്ടൽ വിഭാഗത്തില് മികച്ച സംവിധായകക്കുള്ള അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരി ആരാണെന്നുള്ളതാണ്. ആരാണ്? അനുപമ റോയി ആണ്. ആരാണ്? അനുപമയല്ല, അനുപർണ റോയി ആണ്. ഓക്കെ, അപ്പൊ വെന്നീസ് ചലച്ചിത്രമേളയില് ഹൊറിസോണ്ടൽ വിഭാഗത്തില് മികച്ച സംവിധായകക്കുള്ള അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരി ആരാണ്? അനുപർണ റോയി ആണ്. ആരാണ്? അനുപർണ റോയി ആണ്. മറന്നു പോകരുത്. ഓക്കെ, പറഞ്ഞ വെന്നീസ് ചലച്ചിത്രമേളയില് ഹൊറിസോണ്ടൽ വിഭാഗത്തില് മികച്ച സംവിധായകക്കുള്ള അവാർഡ് നേടുന്ന ഇന്ത്യക്കാരി ആരാണ്? അനുപർണ റോയി ആണ്. ഓക്കെ, ആരാണ്? അനുപർണ റോയി ആണ്. മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ ഏത് വിഭാഗത്തിലാണ് ഈ പറയുന്നത്? അതായത് ഈ പറഞ്ഞ ഏത് സിനിമയ്ക്കായിരുന്നു ഈ പറഞ്ഞ ഏത് ഡോക്യുമെന്ററിക്കായിരുന്നു ഈ പറയുന്ന എന്താണ് അനുപർണ റോയിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? അറിയാവോ? ഓക്കെ, ഇതായത് സോങ് ഓഫ് ഫോർഗോട്ടൺ ട്രീസ് എന്ന് പറയുന്ന എന്തിനായിരുന്നു ഈ പറയുന്ന സിനിമയ്ക്കായിരുന്നു? സോങ് ഓഫ് ഫോർഗോട്ടൺ ട്രീസ് എന്ന് പറയുന്ന എന്താണ് സിനിമയ്ക്കാണ് എന്ത് ചെയ്യുന്നത് അനുപർണ റോയിക്ക് എന്ത് ചെയ്യുന്നത് അവാർഡ് ലഭിക്കുന്നത്. വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് ആരെന്ന് പറയുന്നത്? അനുപർണ റോയ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് ആരെന്ന് പറയുന്നത്? അനുപർണ റോയ് എന്ന് പറയുന്നത്. ഓക്കെ, 82ാമത് വെന്നീസ് ചലച്ചിത്രമേളയിലാണ് എന്ത് ചെയ്യുന്നത് അനുപർണ റോയ്ക്ക് എന്ത് ചെയ്യുന്ന അവാർഡ് ലഭിക്കുന്നത്? എന്താണ്? 82ാമത്. ഓക്കെ, 82ാമത് വെന്നീസ് ചലച്ചിത്രമേളയിലാണ് ആർക്ക് ലഭിക്കുന്നത്? ഈ പറയുന്ന അനുപർണ റോയ്ക്ക് സോങ് ഓഫ് ദി ഫോർഗട്ടൺ ട്രീസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന മികച്ച സംവിധായകക്കുള്ള എന്ത് ചെയ്യുന്നത് അവാർഡ് നേടുന്നത്. ഇത്തരത്തിൽ അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി കൂടിയാണ് ആരെന്ന് പറയുന്നത്? അനുപർണ റോയ് എന്ന് പറയുന്നത് അല്ലേ? ഇത്തരത്തിൽ അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി കൂടിയാണ് ആരെന്ന് പറയുന്നത്? അനുപർണ റോയ് എന്ന് പറയുന്നത്. മറന്നു പോകരുത്. ഓക്കെ, അടുത്ത് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ റെയിൽവേ പാലമായിട്ടുള്ള സായിരംഗ് റെയിൽവേ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ളതാണ്.
ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ റെയിൽവേ പാലമായിട്ടുള്ള സായിരംഗ് റെയിൽവേ ക്രിങ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ളതാണ്. എവിടെയാണ് ഈ പറയുന്ന മിസോറാമിലാണ്. എവിടെയാണ്? മിസോറാമിലാണ്. ഓക്കെ, ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ റെയിൽവേ പാലമായിട്ടുള്ള സായിരംഗ് റെയിൽവേ ക്രിങ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ പറയുന്ന മിസോറാമിലാണ്. എവിടെയാണത്? മിസോറാമിലാണ്, മറന്നു പോകരുത്. ഓക്കെ, ഇവിടെയാണ്, മിസോറാമിലാണ്. ഏത് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണെന്ന് അറിയാമോ? ഏത് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് അറിയാമോ? ബീരാബി സൈരാഗ് റെയിൽവേ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ്. ബീരാബി സൈരാഗ് അല്ലെ, ബീരാബി സൈരാഗ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തില് എന്ത് വരുന്നത്? ഈ പറയുന്ന സായിരംഗ് റെയിൽവേ ക്രിങ് ബ്രിഡ്ജ് എന്ത് ചെയ്യുന്നത് വരുന്നത് ഇതുവഴി എങ്ങോട്ടേക്ക് കണക്ടിവിറ്റി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. മിസോറാമിൽ ഐസ്വാളിലേക്ക് എന്ത് ചെയ്യുന്നു? ഇത്തരത്തില് റെയിൽവേ കണക്ടിവിറ്റി എന്ത് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ നോർത്ത് ഈസ്റ്റിലേക്ക്, പ്രധാനപ്പെട്ട നോർത്ത് ഈസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു? ഇത്തരത്തില് റെയിൽവേ കണക്ടിവിറ്റി എന്നാണ് ഇതുവഴി വരികയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പോൾ അതേപോലെ തന്നെ റെയിൽവേ കണക്ടിവിറ്റി എന്നാണ് വളരെ കുറവുള്ള ഇന്ത്യയിലെ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അറിയോ? ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾ ഇല്ലാത്ത സ്ഥലം, റെയിൽവേ സ്റ്റേഷനുകൾ ഇല്ലാത്ത സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? എവിടെയാണ്? സിക്കിമാണ്. എവിടെയാണ്? സിക്കിമാണ്. ഓക്കെ, സിക്കിമിൽ എന്തില്ല? ഈ പറയുന്ന രീതിയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്തെങ്കിലും നമുക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, സ്റ്റേറ്റ് ആണ് പറയുന്നത്, സ്റ്റേറ്റ്. ഓക്കെ, അടുത്തത് സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ വൻ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ടായിരുന്ന ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണെന്നുള്ളതായിരുന്നു. അതാണ് സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ വൻ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ടായിരുന്ന ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ രാജ്യം അല്ലേ? ഏതാണ്? നമ്മുടെ അയൽ രാജ്യം ഉണ്ടായിരുന്ന നേപ്പാളാണ് അല്ലെ. ഈ പറയുന്ന നേപ്പാളിലാണ് ജൻസി പ്രക്ഷോഭത്തിന്റെ കാരണത്തിൽ എന്ത് ചെയ്യുന്നു? സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരായിട്ട് ഇപ്പൊ സർക്കാരിനെതിരായിട്ട് ജൻസികൾ എന്ത് ചെയ്യുന്നു? പ്രക്ഷോഭത്തിൽ ഇറങ്ങുന്നു. ഈ ജൻസി പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന നേപ്പാളിന്റെ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന KP ശർമ്മ ഒലിക്ക് എന്ത് ചെയ്യുന്നു? അല്ലെ, KP ശർമ്മ ഒലി എന്ത് ചെയ്യുന്നു? അദ്ദേഹം രാജിവെക്കേണ്ടി വരുന്നു. അങ്ങനെ പാർലമെന്റ് അദ്ദേഹം പിരിച്ചുവിടുന്നു. അതേപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ നേപ്പാളിലെ ഭരണം ആരെ ഏറ്റെടുക്കുന്നു? ഈ ജൻസികൾ ഏറ്റെടുക്കുന്നു. അതേപോലെ പട്ടാള ഭരണമാകുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ജൻസികളെ തെരഞ്ഞെടുത്തതിന് ശേഷം ആര് വരുന്നു? ഈ പറയുന്ന സുശീല കാർക്കി അല്ലെ. സുശീല കാർക്കി എന്നറിയപ്പെടുന്ന ഈ പറഞ്ഞ നേപ്പാളിന്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഓക്കെ, നേപ്പാളിന്റെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സുശീല കാർക്കി എന്ന് പറയുന്നത്. സുശീല കാർക്കി എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ പുതിയ പറയുന്ന പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നു? നിയമിതയാകുന്നു. ഓക്കെ, അത്തരത്തിൽ നേപ്പാളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വനിതാ പ്രൈം മിനിസ്റ്റർ ഉണ്ടാവുന്ന ആരാണ്? സുശീല കാർക്കിയാണ്. ഓക്കെ, അപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ വൻ പ്രക്ഷോഭം ഉണ്ടായി. ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണ്? നേപ്പാളാണ്. ഓക്കെ, അത്തരത്തിൽ പുറത്തായിട്ടുണ്ടായിരുന്ന പ്രൈം മിനിസ്റ്റർ ആരാണ്? KP ശർമ്മ ഒലി. അപ്പോൾ രണ്ട് പേരുടെ സ്ഥാനം പോയ കാര്യം പഠിച്ചു. ഒന്ന് KP ശർമ്മ ഒലിയും മറ്റൊന്ന് ഇഷിബ ആരാണ് അല്ലെ? പറയുന്ന നമ്മുടെ ജപ്പാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഈ പറയുന്ന ഇഷിബയുടെ അല്ലെ കാര്യം എന്ത് ചെയ്യും? നമ്മൾ രണ്ടുപേരുടെ കാര്യം ചെയ്തു പഠിച്ചു അല്ലെ. ഒലിയുടെ കാര്യം, ഇഷിബയുടെ കാര്യം നമ്മൾ പറഞ്ഞു പോരുത്. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായിട്ട് നിയമിതനായിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. ആരാണ് ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായിട്ട് നിയമിതനായിട്ടുണ്ടായിരുന്ന? ആരാണ്? CP രാധാകൃഷ്ണനാണ്. ആരാണ്? CP രാധാകൃഷ്ണനാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? CP രാധാകൃഷ്ണനാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായിട്ട് എന്ത് ചെയ്യുന്നത്? നിയമിതനാകുന്ന വ്യക്തി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായിട്ട് നിയമിതനാകുന്ന വ്യക്തി ആരാണ്? CP രാധാകൃഷ്ണനാണ്. തമിഴ്നാട് സ്വദേശിയാണ് അല്ലേ? ആണ് തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയാണെന്ന് ആരെന്ന് പറയുന്നത്? ഈ പറഞ്ഞ CP രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം അതാണ് 452 വോട്ടിനാണ് ആര് ജയിക്കുന്നത്? CP രാധാകൃഷ്ണൻ. ആരെയാണ് തോൽപ്പിക്കുന്നത്? സുദർശൻ റെഡ്ഡി അല്ലെ. സുദർശൻ റെഡ്ഡിയെ തോൽപ്പിച്ചുകൊണ്ട് ആര് വരുന്നു? ഈ പറയുന്ന CP രാധാകൃഷ്ണൻ എന്ത് ചെയ്യുന്നു? ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായിട്ട് നിയമിതനാകുന്നു. തൊട്ടുമുമ്പ് പറഞ്ഞ ജഗദീപ് ധങ്കർ അല്ലെ. ഈ പറഞ്ഞ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിട്ട് ജഗദീപ് ധങ്കർ എന്ത് ചെയ്ത് രാജിവെച്ച പോസ്റ്റിലേക്കാണ് ആര് വരുന്നത്? CP രാധാകൃഷ്ണൻ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹം നിയമിതനാകുന്നത്. ഓക്കെ, മനസ്സിലായോ? അടുത്തത് മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. എന്താണ്? മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. ആരാണ് മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് നേടിയിട്ടുണ്ടായിരുന്ന? ആരാണ്?
ആരാണ്? ടൊവിനോ തോമസ് ആണ്. ആരാണ്? പറയുന്ന നമ്മുടെ മലയാളിയായിട്ടുള്ള ടൊവിനോ തോമസ് ആണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡിന് എന്ത് ചെയ്യുന്നത് അർഹനായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. മികച്ച സെപ്റ്റിമിയസ് അവാർഡ് നേടുന്ന മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമസ് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആർക്കാണ്? ഈ പറയുന്ന ടൊവിനോ തോമസിനാണ്. ഏത് സിനിമയ്ക്കാണ്? അതാണ് അദ്ദേഹത്തിന്റെ നരിവേട്ടയ്ക്കാണ്. അതാണ് അദ്ദേഹത്തിന്റെ നരിവേട്ട എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സിനിമയ്ക്കാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ സെപ്റ്റിമസ് അവാർഡ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഓക്കെ, ഇപ്പൊ മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമസ് അവാർഡ് നേടുന്ന ആരാണ്? ടൊവിനോ തോമസ് ആണ്. അദ്ദേഹത്തിന്റെ നരിവേട്ട എന്ന് പറയുന്ന സിനിമയിലുള്ള അദ്ദേഹത്തിന്റെ അഭിനയത്തിനാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഓക്കെ 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 അല്ലേ? അടുത്ത് നോക്കാം. mRNA സാങ്കേതിക വിദ്യ അടിസ്ഥാനപ്പെടുത്തിയിട്ട് റഷ്യ വികസിപ്പിച്ചിട്ടുണ്ടായിരുന്ന ക്യാൻസർ വാക്സിൻ ഏതാണെന്നുള്ളതാണ്. എന്താണ്? mRNA സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയിട്ട് റഷ്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്ന mRNA വാക്സിൻ ഏതാണെന്നുള്ളതാണ്. ഇതാണ് എൻജറോമിക്സ് ആണ് വാക്സിൻ. എന്താണ്? എൻജറോമിക്സ് ആണ് വാക്സിൻ എന്ന് പറയുന്നത്. അപ്പൊ mRNA സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റഷ്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ക്യാൻസർ വാക്സിൻ ഏതാണ്? എൻജറോമിക്സ് ആണ്. എന്താണത്? എൻജറോമിക്സ് വാക്സിൻ ആണ്. മനസ്സിലാവുന്നല്ലോ. എൻഡ്രോമിക്സ് എന്ന് പറയുന്നത് mRNA ബേസ്ഡ് വാക്സിൻ ആണ്. എന്താണത്? ഒരു mRNA ബേസ്ഡ് വാക്സിൻ ആണ്. പ്രധാനമായിട്ട് ഈ പറയുന്ന ക്യാൻസർ ഉണ്ടാക്കുന്ന സെല്ലുകൾ എന്ത് ചെയ്യുന്നു? ഇത് നശിപ്പിച്ചു കളയുന്നു എന്നുള്ളതാണ്. ക്യാൻസർ ഉണ്ടാക്കുന്ന സെല്ലുകൾ എന്ത് ചെയ്യുന്നത്? ഇത് നശിപ്പിച്ചു കളയുന്നു. പ്രധാനമായിട്ട് ഒരു വൈറസ് ഓറിയന്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ ഒരു mRNA ബേസ്ഡ് ആയിട്ട് പറയുന്ന ഇതുണ്ടാക്കുന്ന പ്രത്യേകതയും പറഞ്ഞു കഴിഞ്ഞാൽ ആന്റിബോഡി ചെയ്യുന്നു. ഇത്തരത്തിൽ വാക്സിൻ കൊടുക്കുന്നതോടെ ആന്റിബോഡി ഉണ്ടാക്കുന്ന ആന്റിബോഡി ക്യാൻസർ ഉണ്ടാക്കുന്ന സെല്ലുകളെ ചെന്ന് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ അതിന് എതിരായിട്ട് ഉണ്ടാക്കുന്ന ആന്റിബോഡി ഈ പറഞ്ഞ ഒരു mRNA ബേസ്ഡ് വാക്സിൻ പറയുന്നത് കുത്തിവെക്കുന്നതോടുകൂടി ശരീരത്തിൽ ഒരു ആന്റിബോഡി നിർമ്മിക്കുന്നു. ഈ ആന്റിബോഡി എന്ത് ചെയ്യുന്നു? ഇത് ചെന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? നമ്മുടെ ക്യാൻസർ സെല്ലുകൾ എന്ത് ചെയ്യുന്നു? അതിനെ നശിപ്പിക്കാനുള്ള ശേഷി അതിന് കൈവരുന്നു എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് കൈവരുന്നു. മനസ്സിലായോ? അതായത് ഈ പറയുന്ന വാക്സിനെ കുറിച്ച് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് റഷ്യയുടെ ഫെഡറൽ മെഡിക്കൽ ബയോളജി ഏജൻസി ആയിരുന്നു. എന്താണ്? ഫെഡറൽ മെഡിക്കൽ ബയോളജിക്കൽ ഏജൻസിയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് എന്ത് ചെയ്യുന്നത് ഇത് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ബ്രെയിൻ ട്യൂമേഴ്സിനൊക്കെ ഫലപ്രദമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? തടയാൻ പറ്റുന്ന വാക്സിനും കൂടിയാണെന്ന് പറയുന്നത് എൻട്രോമിക്സ് എന്ന് പറയുന്ന വാക്സിൻ എന്ന് പറയുന്നത്. ആരെ വികസിപ്പിച്ചെടുത്തത്? റഷ്യയാണ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. എന്ത് ബേസ്ഡ് വാക്സിൻ ആണ്? mRNA ബേസ്ഡ് വാക്സിൻ ആണ്. ഓക്കെ ഓക്കെ അടുത്തിടെ തെക്കൻ പശ്ചിമഘട്ടത്തിൽ നിന്നും കാണപ്പെട്ട തുമ്പി ഇനം ഏതാണെന്നുള്ളതാണ്. എന്താണ്? അവിടുത്തെ തെക്കൻ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന തുമ്പി ഇനം ഏതാണെന്നുള്ളതാണ്. എന്താണ്? ഈ പറയുന്ന കൊക്രോത്രേമിയസ് എറിത്രിയ എന്നുള്ളതാണ്. എന്താണ്? കൊക്രോത്രേമിയസ് എറിത്രിയ എന്നുള്ളതാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന തുമ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത തെക്കൻ പശ്ചിമഘട്ടത്തിൽ നിന്ന് കാണപ്പെട്ടിട്ടുണ്ടായ തുമ്പിയിനം ഏതാണ്? കൊക്രോത്രേമിയസ് എറിത്രിയ എന്ന് പറയുന്ന തുമ്പിയിനമാണ്. ഇതിനെ കാട്ടുചോല തുമ്പി എന്നാണ് ചെയ്യുന്നത്. മൂന്നാറിൽ നിന്ന് ഗവേഷണം ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഈ തുമ്പിയുടെ പേരെന്താണ്? കാട്ടുചോല തുമ്പി എന്നാണ് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതാണ് കാട്ടുചോല തുമ്പി എന്ന് അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹ്യൂമിയോബ കാലഘട്ടം, ഇപ്പോൾ ഐസ് ഏജ് കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്ന എന്താണ് തുമ്പികളുടെ ഒരു വർഗ്ഗം കൂടിയാണെന്ന് പറയുന്നത്. ഹിമാലയത്തിൽ ഈ പറയുന്ന മൂന്നാറ് അതേപോലെ ഈ പറയുന്ന പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നത് കണ്ടെടുത്തിട്ടുണ്ടായിരുന്ന കൊക്രോതെമിസ് എറിത്രിയ എന്നറിയപ്പെടുന്ന ഈ പറയുന്ന കാട്ടുചോല തുമ്പിയിലെ ഈ പറയുന്ന ഫാമിലിയിൽ ഈ പറയുന്ന കൊക്രോതെമിസ് എറിത്രിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്തിടെ തെക്കൻ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന തുമ്പീനം ഏതാണ്? കൊക്രോത്രെമിസ് എറിത്രിയ എന്നറിയപ്പെടുന്ന കാട്ടുചോല തുമ്പിയാണ്. ഓക്കെ ഓക്കെ അടുത്തത് 2020 സെപ്റ്റംബറിൽ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റായിട്ടുള്ള തബ വീശിയത് എവിടെയാണെന്നുള്ളതാണ്. ഇതാണ് സെപ്റ്റംബറിൽ 2020 സെപ്റ്റംബറിൽ തബ എന്നറിയപ്പെടുന്ന ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് എന്ത് ചെയ്യുന്നത് വീശിയടിച്ചിട്ടുണ്ടായിരുന്ന എന്താണ് രാജ്യം ഏതാന്നുള്ളതായിരുന്നു. ഇതാണ് ദക്ഷിണ ചൈനയാണ്. ഓക്കെ, ഇതാണ് ദക്ഷിണ ചൈനയാണ്. 2020 സെപ്റ്റംബറിൽ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റുള്ള തബ വീശിയടിച്ചിട്ടുണ്ടായിരുന്ന എവിടെയാണ്? ദക്ഷിണ ചൈനയിലാണ്. ഓക്കെ ഓക്കെ അടുത്തത് 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുമായിട്ട് ഉഭയകക്ഷി നിക്ഷേപ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാണെന്നുള്ളതാണ്. എന്താണ് ഈ പറയുന്ന? ഓക്കെ 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുമായിട്ട് ഉഭയകക്ഷി നിക്ഷേപ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാണ്? ഇസ്രായേലാണ്. ഇതാണ് ഇസ്രായേലാണ്. നോക്കുക. ഓക്കെ, ഇപ്പൊ 2020 സെപ്റ്റംബറിൽ ഇന്ത്യയുമായിട്ട് ഉഭയകക്ഷി നിക്ഷേപ കരാറിൽ ഒപ്പുവെച്ച രാജ്യമാണ് ഇസ്രായേലാണ്. പ്രധാനമായിട്ടും പ്രധാനമായിട്ടും ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യയുടെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നാണ് നിർമ്മല സീതാരാമനും
ഓക്കെ. അതിൽ ഇസ്രായേലിന്റെ എന്താണ് പറയുന്ന അദ്ദേഹത്തെ റെപ്രസെന്റ് അവിടുത്തെ ഫിനാൻസ് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ളതാണ് ബസലേൽ സ്ട്രോമിച്ചു ആണ് ചെയ്യുന്നത്. ഇത്തരത്തില് ഈ പറയുന്ന കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയുടെ ധനകാര്യ മന്ത്രിയായിട്ടുള്ള ഇപ്പൊ നിർമ്മലാ സീതാരാമനും ഇസ്രായേലിന്റെ ധനകാര്യ മന്ത്രിയായിട്ടുള്ള ബസലേൽ സ്ട്രോമിച്ചു ആണ് ഇത്തരത്തില് പറയുന്ന കരാർ ബൈലാറ്ററൽ കരാറാണ്. ഓക്കെ. ഈ പറയുന്ന ബൈലാറ്ററൽ എന്ത് ചെയ്യുന്നത് കരാറിൽ എന്ത് ചെയ്യുന്നത് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത്. 2020 സെപ്റ്റംബറിൽ ഇന്ത്യയുമായിട്ട് ഉഭയകക്ഷി നിക്ഷേപ കരാർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാണ്? ഇസ്രായേലാണ്. ഇസ്രായേലാണ്. ഓക്കെ. അടുത്ത് നോക്കാം. സൺറൈസ് ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. എന്താണ് സൺറൈസ് ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. ഇതാണ് അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശാണ്. അപ്പൊ അരുണാചൽ പ്രദേശാണ് സൺറൈസ് ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. നോക്കാം. അരുണാചൽ പ്രദേശിലെ ദോങ് വില്ലേജിൽ അഞ്ച്വ ഡിസ്ട്രിക്റ്റിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എന്ത് നടക്കാൻ പോകുന്നത് സൺറൈസ് ഫെസ്റ്റിവൽ എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. ഓക്കെ. ഡിസംബർ 29 മുതൽ ജനുവരി 2 വരെയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഫെസ്റ്റിവൽ എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. ഇപ്പൊ ഡിസംബർ 29 മുതൽ ജനുവരി 2 വരെയാണ് എന്ത് ചെയ്യുന്നത് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇതിനെക്കുറിച്ച് ഡിക്ലെയർ ചെയ്തുകൊണ്ടുണ്ടായിരുന്ന ഈ പറയുന്ന അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പ്രേമ ഖണ്ഡുവാണ്. ഓക്കെ. പ്രേമയാണ്. ഓക്കെ. ഈ പറയുന്ന അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയുള്ള പ്രേമ ഖണ്ഡുവാണ് ഇത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പറഞ്ഞ ന്യൂ ഇയറിലേക്ക് എന്ന് വരവേൽക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ. ദോങ് വില്ലേജിലെ അഞ്ച്വ ഡിസ്ട്രിക്റ്റിലെ ദോങ് വില്ലേജിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന തവാങ്ങിലാണ്. അരുണാചൽ പ്രദേശിലെ തവാങ്ങിലെ അഞ്ച്വ ഡിസ്ട്രിക്റ്റിലെ ദോങ് വില്ലേജിലാണ് എന്ത് ചെയ്യുന്നത് സൺറൈസ് ഫെസ്റ്റിവൽ എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. ഡിസംബർ 29 മുതൽ ജനുവരി 2 വരെ 2026 ഓക്കെ. ഇത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രേമ ഖണ്ഡുവാണ്. ഓക്കെ. അടുത്തത് ലോക ചെസ് ചാമ്പ്യനെ കീഴടക്കുന്ന പ്രായം കുറഞ്ഞ താരമെന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന അമേരിക്കയുടെ ഇന്ത്യൻ വംശജനായിട്ടുള്ള 16-കാരൻ ആരാണെന്നുള്ളതാണ്. ചെസ് ലോക ചാമ്പ്യനെ കീഴടക്കുന്ന പ്രായം കുറഞ്ഞ താരം എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കുന്ന അമേരിക്കയുടെ ഇന്ത്യൻ വംശജനായിട്ടുള്ള 16-കാരൻ ആരാണ്? അഭിമന്യു മിശ്രയാണ്. ആരാണത്? അഭിമന്യു മിശ്രയാണ്. അല്ലെ? അത് അഭിമന്യു മിശ്ര ആരെയാണ് പരാജയപ്പെടുത്തുന്നത്? ഈ പറയുന്ന ലോക ചെസ് ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്ന ഗുകേഷ് ദൊമ്പരാജുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആര് വരുന്നത്? ഈ പറയുന്ന അഭിമന്യു മിശ്ര എന്ത് ചെയ്യുന്നത് ലോക ചെസ് ചാമ്പ്യനായിട്ട് എന്ത് ചെയ്ത് മാറുന്നത്. അപ്പോൾ ലോക ചെസ് ചാമ്പ്യനെ കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കുന്ന അമേരിക്കയുടെ ഇന്ത്യൻ വംശജനായിട്ടുള്ള 16-കാരൻ ആരാണ്? അഭിമന്യു മിശ്രയാണ്. അദ്ദേഹം ആരാണ് കീഴടക്കുന്നത്? ഇന്ത്യക്കാരനുള്ള ഗുകേഷ് ദൊമ്പരാജുവിനാണ്. അല്ലെ? ഗുകേഷ് ദൊമ്പരാജുവിനാണ് എന്ത് ചെയ്തത് അദ്ദേഹം കീഴടക്കുന്നത്. ഓക്കെ. അടുത്തത് വായു നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകുന്ന സ്വച്ഛ് വായു സർവേക്ഷൺ പുരസ്കാരത്തിൽ 1ാം റാങ്ക് നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. ഓക്കെ. വായു നിലവാരം മെച്ചപ്പെടുത്തുന്ന ശ്രമങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന സ്വച്ഛ് വായു സർവേക്ഷൺ പുരസ്കാരത്തിന് 1ാം റാങ്ക് നേടുന്നത് ആരാണ്? ഈ പറയുന്ന മധ്യപ്രദേശിലെ ഇൻഡോർ ആണ്. മധ്യപ്രദേശിലെ ഇൻഡോർ. അപ്പോൾ വായു നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്ര സർക്കാരായിട്ട് നൽകുന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകുന്ന സ്വച്ഛ് സർവേക്ഷൺ അല്ലെങ്കിൽ സ്വച്ഛ് വായു സർവേക്ഷൺ പുരസ്കാരത്തിൽ 1ാം റാങ്ക് നേടുന്ന ആരാണ്? ഈ പറയുന്ന മധ്യപ്രദേശിലെ ഇൻഡോർ ആണ്. ഓക്കെ. മധ്യപ്രദേശിലെ ഇൻഡോർ ആണ്. ഓക്കെ. അടുത്തത് കൊള്ളപ്പലിശക്കാരെ പിടിക്കാൻ വേണ്ടി സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയിട്ടുണ്ടായിരുന്ന പരിശോധന ഏതാണെന്നുള്ളതാണ്. ആ കൊള്ളപ്പലിശക്കാരെ പിടിക്കാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ ഷൈലോക്ക് എന്നുള്ളതാണ്. ഓപ്പറേഷൻ ഷൈലോക്ക് എന്നുള്ളത് പ്രധാനമായിട്ട് ഈ പറയുന്ന കോട്ടയം, എറണാകുളം, തൃശ്ശൂർ എന്നീ പറയുന്ന പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് എന്ത് നടത്തിയിട്ടുണ്ടായിരുന്നത് ഓപ്പറേഷൻ ഷൈലോക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ട് ഈ പറയുന്ന ഗവൺമെന്റ് ലൈസൻസുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റിന്റെ ഡോക്യുമെന്റുകളോ ഇല്ലാതെ തന്നെ വലിയ രീതിയിലുള്ള കൊള്ളപ്പലിശയ്ക്ക് എന്ത് ചെയ്യുന്നത് കടം കൊടുക്കുന്ന ആളുകളെയാണ് എന്ത് ചെയ്യുന്നത് ഇവര് നോട്ടം വിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. മനസ്സിലാകുന്നുണ്ടോ? കൊള്ളപ്പലിശക്കാരെ പിടിക്കാൻ സംസ്ഥാനത്തിൽ പോലീസ് നടത്തിയിട്ടുണ്ടായ പരിശോധന എന്താണ് പറഞ്ഞ ഓപ്പറേഷൻ ഷൈലോക്ക് എന്നുള്ളതാണ്. ഓക്കെ. അടുത്ത നോക്കാം. ലോകത്തിലെ ആദ്യത്തെ സെറാമിക് മാലിന്യ പാർക്കായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് എന്താണെന്നുള്ളതാണ്. ലോകത്തിലെ ആദ്യത്തെ സെറാമിക് മാലിന്യ പാർക്കായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് എന്താണ്? അനോഖി ദുനിയയാണ്. അനോഖി ദുനിയ. ഉത്തർപ്രദേശിലെ അനോഖി ദുനിയാണ് ചെയ്യുന്നത് ലോകത്തിലെ ആദ്യത്തെ സെറാമിക് മാലിന്യ പാർക്കായിട്ട് ചെയ്യുന്നത് മാറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. വലിയ രീതിയിലുള്ള സെറാമിക് ഈ പറയുന്ന ഇൻസ്റ്റലേഷൻസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അനോഖി ദുനിയയിൽ കാണാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ സെറാമിക് മാലിന്യ പ്ലാന്റായിട്ട് മാലിന്യ പാർക്കായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് എന്താണ്? ഈ പറയുന്ന ഉത്തർപ്രദേശിലെ അനോഖി ദുനിയാണ്. ഉത്തർപ്രദേശിലെ അനോഖി ദുനിയാണ്. ഓക്കെ. അടുത്തത് പ്രപഞ്ചത്തെ ആദ്യമായിട്ട് നക്ഷത്രങ്ങളും ഗാലക്സികളും പ്രകാശിപ്പിക്കുന്ന കാലഘട്ടത്തെ കോസ്മിക് ഡോണിനെ അന്വേഷിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്ന പൈനിയർ റേഡിയോമീറ്റർ ടെലസ്കോപ്പ് ഏതാണെന്നുള്ളതാണ്. ഈ പറയുന്ന പ്രപഞ്ചത്തെ ആദ്യമായിട്ട് നക്ഷത്രങ്ങളും ഗാലക്സികളും പ്രകാശിപ്പിച്ച കാലഘട്ടമായിട്ടുള്ള ഈ പറയുന്ന എന്താണ് ഗാലക്സികളും കാലമായിട്ട് കോസ്മിക് ഡോണിനെ അന്വേഷിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് പൈനിയർ റേഡിയോമീറ്റർ ടെലസ്കോപ്പ് ഏതാണ്?
ഇതാണ് ഈ പറയുന്ന പ്രത്യൂഷ് എന്നുള്ളതാണ്. എന്താണ് പ്രത്യൂഷ് എന്നുള്ളതാണ്. പ്രത്യൂഷ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇതാണ് ഈ പറയുന്ന ബാംഗ്ലൂരിലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ചെയ്യുന്നത് ഇത്തരത്തിലെ പ്രത്യൂഷ് എന്ന് പറയുന്ന ഈ പറയുന്ന ടെലിസ്കോപ്പ് എന്ത് ചെയ്യുന്നത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ പറയുന്ന രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതേപോലെ തന്നെ ഇന്ത്യയുടെ സ്പേസ് പൈനിയർ ആയിട്ടുള്ള ISROയുടെ സംയുക്തമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് പ്രത്യൂഷ് എന്ന് പറയുന്ന ഈ പറയുന്ന സംവിധാനം എന്ത് ചെയ്യുന്നത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണെന്നുള്ളതാണ്. ഓക്കെ, ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുണ്ടായിരുന്ന റെയിൽവേ തുരങ്കം ഏതാണെന്നുള്ളതാണ്. ഏതാണ് ഈ പറയുന്ന ഉത്തരാഖണ്ഡിലെ ജനസൂ തുരങ്കമാണ്. എന്താണ് ഉത്തരാഖണ്ഡിലെ ജനസൂ തുരങ്കമാണെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള റെയിൽവേ തുരങ്കം എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ജനസൂ തുരങ്കമാണ്. 14.57 കിലോമീറ്റർ എന്ത് ചെയ്യുന്നുണ്ട് നീളമുണ്ട് എന്തെന്ന് പറയുന്നത് ജൻസൂ തുരങ്കം. ഉത്തരാഖണ്ഡിലെ ജൻസൂ തുരങ്കം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഋഷികേശ് കർണപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമാണെന്ന് പറയുന്നത് ഈ റെയിൽവേ തുരങ്കം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കൊങ്കൺ പാത എന്നൊക്കെ പറയാറില്ല, അതേപോലെ ഒന്നാണ് ഈ പറയുന്ന റെയിൽവേ ജനസൂ തുരങ്കം എന്ന് പറയുന്നത്. ഓക്കെ അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ജൻസൂ തുരങ്കമാണ്. ഉത്തരാഖണ്ഡിലാണ്. 14.57 കിലോമീറ്റർ എന്ത് ചെയ്യുന്നുണ്ട് നീളമുള്ള തുരങ്കമാണെന്ന് പറയുന്നത് ജൻസൂ തുരങ്കം എന്ന് പറയുന്നത്. ഇത് ഈ പറയുന്ന ഋഷികേശ് കർണപ്രയാഗ് പദ്ധതിയുടെ റെയിൽവേ പദ്ധതിയുടെ ഭാഗമാണെന്ന് പറയുന്നത് ജനസൂ തുരങ്കം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വെന്നീസ് ചലച്ചിത്രമേളയിൽ സിൽവർ ലയൺ പ്രൈസ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആർക്കാണെന്നുള്ളതാണ്. വെന്നീസ് ചലച്ചിത്രമേളയിൽ ഈ പറയുന്ന സിൽവർ ലയൺ പുരസ്കാരം നേടിയിട്ടുള്ളത് ആർക്കാണ്? ഈ പറയുന്ന വോയിസ് ഓഫ് ദ ഹിന്ദ് രജാബ് എന്നറിയപ്പെടുന്ന ചിത്രത്തിനായിരുന്നു അല്ലെ. വെന്നീസ് ചലച്ചിത്രമേളയിൽ സിൽവർ ലയൺ പുരസ്കാരം നേടിയിട്ടുണ്ടായിരുന്ന ആരാണ്? ഈ പറയുന്ന വോയിസ് ഓഫ് ദ ഹിന്ദ് രജാബ് എന്നറിയപ്പെടുന്ന പറയുന്ന ചിത്രത്തിനായിരുന്നു അല്ലെ. വോയിസ് ഓഫ് ദ ഹിന്ദ് രജാബ് എന്നറിയപ്പെടുന്ന ചിത്രത്തിനാണ് അല്ലേ. വോയിസ് ഓഫ് ദി ഹിന്ദ് രജാബ് എന്ന് പറയുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തിയുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ട് പോയ 5 വയസ്സുകാരുള്ള ഹിന്ദ് രജാബിനെ കഥയാണ് എന്ത് ചെയ്യുന്നത് ഡോക്യുമെന്ററിയിൽ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഡോക്യുമെന്ററി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രഞ്ച് തുനീഷ്യൻ ഡയറക്ടർ ആയിട്ടുള്ള അല്ലേ ഡയറക്ടറായിട്ടുണ്ടായിരുന്ന കൗത്തർ ബെൻഹാനിയാണ്. എന്ത് ഇത്തരത്തില് ചിത്രം എന്ത് ചെയ്യുന്നത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. 62ാമത് ദേശീയ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണെന്നുള്ളതാണ്. എന്താണ് ഇത്തരത്തില് 62ാമത് ദേശീയ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എന്താണ്? ആന്ധ്രാപ്രദേശാണ്. എന്താണ് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരാണെന്ന് പറയുന്നത് 62ാമത് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിലെ ഈ പറഞ്ഞ വിജ്ഞാൻ യൂണിവേഴ്സിറ്റി എന്താണ് വിക്നാം യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്യുന്നത് നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. ഓക്കെ, നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് പറയുന്ന വിക്നാം യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശിലെ വിക്നാം യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പോൾ ഗുണ്ടൂരിലാണ് ചെയ്യുന്നത് 62ാമത് ചെസ് ചാമ്പ്യൻഷിപ്പ് ദേശീയ ചെസ് ചാമ്പ്യൻഷിപ്പ് ചെയ്യുന്നത് ആകുന്നത്. ഓക്കെ, അടുത്തത് 2020 സെപ്റ്റംബറിൽ ഇന്ത്യ $68.1 കോടി സാമ്പത്തിക പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാണെന്നുള്ളതാണ്. ഏതാണ്? മൗറീഷ്യസ് ആണ്. ഇതാണ് മൗറീഷ്യസിന്റെ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന ആരാണ്? അവർ പറയണം നവീൻ ചന്ദ്ര രാംഗുളൻ അല്ലേ. നവീൻ ചന്ദ്ര രാംഗുളനും ഇന്ത്യ പ്രധാനമന്ത്രി പറയുന്ന നരേന്ദ്രമോദിയും കൂടാണ് ചെയ്യുന്നത് വാരണാസിയിൽ ചേർന്നിട്ടുള്ള യോഗത്തിലാണ് ഇത്തരത്തില് മൗറീഷ്യസിന് എന്ത് ചെയ്യുന്നത് $68.1 കോടി സാമ്പത്തിക പാക്കേജ് എന്ത് ചെയ്യുന്നത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ അടുത്തത് വേൾഡ് മലയാളി കൗൺസിലിൽ ഇന്ത്യ റീജിയൻ സംഘടിപ്പിക്കുന്ന കേരള ബിസിനസ് സമ്മിറ്റ് 2025 വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ്. എവിടെയാണ് വേൾഡ് മലയാളി കൗൺസിൽ ഇന്ത്യൻ റീജിയൻ സംഘടിപ്പിക്കുന്ന കേരള ബിസിനസ് സമ്മിറ്റ് 2025 വേദിയാകുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. എവിടെയാണത്? ന്യൂഡൽഹിയിലാണ്. ഓക്കെ പ്രധാനമായിട്ട് ഈ പറയുന്ന വെളിക്കുള്ള വ്യവസായങ്ങളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ചൗധരി കിഷൻ പാൽ ഗുജ്ജറാണ്. ഓക്കെ മിനിസ്റ്റർ ആയിട്ടുള്ള ചൗധരി കിഷൻ പാൽ ഗുജ്ജറാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഓക്കെ അടുത്തത് 15ാമത് ഫെഡറേഷൻ കപ്പ് സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ്. 15ാമത് ഫെഡറേഷൻ കപ്പ് സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? ഗാസിയാബാദിലാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് ചെയ്യുന്നത് 15ാമത് ഫെഡറേഷൻ കപ്പ് ചെയ്യുന്നത്. ഈ പറയുന്ന സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകും ഉത്തർപ്രദേശിലെ HLM കോളേജിലാണ്. എവിടെയാണ്? HLM കോളേജിലാണ്. കേരള ടീമിനെ നയിക്കുന്ന ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഹാഷിഷ് രഹനെയാണ്. ആരാണ്? വയനാടുകാരിയായിട്ടുള്ള ഹാഷിഷ് രഹനെയാണ് ചെയ്യുന്നത് ഇത്തരത്തില് കേരള ടീമിനെ നയിക്കുന്നത്. വൈസ് ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആരാണ്? സ്നേഹ ശ്രീധരനാണ്. സ്നേഹ ശ്രീധരനാണ് ഈ വൈസ് ക്യാപ്റ്റൻ പറയുന്നത്. കേരള ടീമിനെ നയിക്കുന്നത് വയനാടുകാരായിട്ടുള്ള ആരാണ്? പറയുന്ന ഹാഷിഷ് രഹനെയാണ്. ഓക്കെ അടുത്തത്
ഏഷ്യ കപ്പിന്റെ ക്രിക്കറ്റ് വേദി എവിടെയാണെന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് വേദി ആകുന്നത് എവിടെയാണെന്നുള്ളതാണ്. എവിടെയാണ്? UAE-ലാണ്. എവിടെയാണ്? UAE-ലാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ് ചെയ്യുന്നത് ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് ചെയ്യുന്നത് വേദിയാകുന്നത്. ദുബൈ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ചെയ്യുന്നത്. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ചെയ്യുന്നത് നടക്കുന്നത്. ബാക്കി 8 മത്സരങ്ങൾ വെച്ച് നടക്കും. ഈ പറയുന്ന അബുദാബി ഷെയ്ഖ് ഹസീദ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് എന്ത് ചെയ്യും നടക്കും. ബാക്കിയുള്ള 8 മത്സരങ്ങൾ എന്ത് ചെയ്യും നടക്കും. ആദ്യത്തെ മാച്ച് എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലായിരിക്കും. ഓക്കെ, അടുത്ത് നോക്കാം. ഷീൽഡ് സിനേഴ്സ് എന്നറിയപ്പെടുന്ന നൂതന കണ്ടുപിടുത്തത്തിന് ടൈം മാഗസിന്റെ കിഡ് ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. എന്താണ് ഫീൽഡ് സിനേഴ്സ് എന്നറിയപ്പെടുന്ന നൂതന കണ്ടുപിടുത്തത്തിന് ടൈം മാഗസിന്റെ കിഡ് ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആരാണ്? തേജസ്വി മനോജ് ആണ്. ആരാണ്? തേജസ്വി മനോജ് ആണ്. ഇൻഡോ അമേരിക്ക തേജസ്വി മനോജ് എന്ന് പറയുന്നത് ഷീൽഡ് സിനേഴ്സ് പറഞ്ഞ ഒരു പുതിയ ആപ്പ് എന്ത് ചെയ്യുന്നു ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ തട്ടിപ്പുകൾ തിരിച്ചറിയാനും റിപ്പോർട്ട് ചെയ്യാനും അവരിൽ നിന്ന് സ്വയം പരിരക്ഷിക്കാനും മുതിർന്നവരെ സഹായിക്കുന്ന ഒരു ആപ്പാണെന്ന് പറയുന്നത് ഷീൽഡ് സിനേഴ്സ് എന്ന് പറയുന്നത് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ആരാണ് ഈ പറയുന്ന തേജസ്വി മനോജ് എന്ന് പറയുന്ന അവർ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇന്ത്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിരുന്നു. അവരെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്തവരാണ്. ഓക്കെ, തേജസ്വി മനോജ് ആണ് ഇതിൽ ഷീൽഡ് സീനിയേഴ്സ് എന്ന് അറിയപ്പെടുന്നതാണ്. ഈ പറയുന്ന ഒരു ഫോർസ്റ്റേഴ്സിനെയൊക്കെ തടയുന്നതാണ് ഈ പറയുന്ന ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അതേപോലെ തന്നെ കമ്പനി ബോർഡ് എലിജിയസ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നതാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ASLB ബാക്കാണ് നിങ്ങൾക്ക് വേണ്ടി കമ്പനി ബോർഡ് എലിജിയസിന് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, വീക്കിലി മോക്ക് ടെസ്റ്റുകളുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷനുകളുണ്ട്, സ്പെഷ്യൽ കണ്ടന്റ് സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാച്ചാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ചെയ്യുന്നത് കമ്പനി ബോർഡ് എലിജിയസിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ASLB ബാക്കിൽ നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതല്ല അവിടെ കോഴ്സുകൾ വന്നപ്പോൾ സംശയം എന്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, തൊട്ട് മുകളിൽ കൊടുത്തിട്ടുള്ള ഈ നമ്പർ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ, പറയുന്നത് മുകളിൽ കൊടുത്തിട്ടുള്ള നമ്പർ ഉണ്ടല്ലോ, ഈ പറഞ്ഞ 9995467246 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതായിരിക്കും. പുതിയ നോട്ടിഫിക്കേഷൻ പുതിയ അപ്ഡേറ്റുകൾ അറിയുന്നതിനായിട്ട് നമ്മുടെ ASLB അക്കാഡമി ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ കോഴ്സിലേക്ക് ഉടനെ ജോയിൻ ചെയ്യാം. ഓക്കെ, സമയം പറഞ്ഞ് പാഴാക്കരുത്, പഠിക്കുക. ഓക്കെ, താങ്ക് യു.